ഹലോ, വെൽക്കം ടു shabzstyle. ഇന്നൊരു റെസിപ്പിയാണ് ബനാന ജാം. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഇപ്പോൾ പഴം കൊണ്ടുള്ള ജാം റെഡ് കളറായി കിട്ടുന്നത് എന്ന് അല്ലേ? അതിൻ്റെ സീക്രട്ട് ഞാൻ പറഞ്ഞു തരാം. അതിൻ്റെ മുന്നേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മൈസൂർ പഴമാണ്. നമ്മൾ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന പഴം, അല്പം പുളിയുള്ള പഴം. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ, പഞ്ചസാര, നാരങ്ങാനീര്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ഇതിനു വേണ്ടി ഒരു 12 പഴം എടുത്ത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. പഴം പെട്ടെന്ന് വേവുന്നത് കൊണ്ട് കുക്കർ ഒരു വിസിലടിച്ചാൽ മതിയാവും. ഞാനിവിടെ സ്റ്റീൽ കപ്പിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 4 ഗ്ലാസ് വെള്ളം കൊള്ളും അതിൽ. അങ്ങനെ ഒരു 1.5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. ഏകദേശം 6 ഗ്ലാസ് വെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കിത് വേവിച്ചെടുക്കാം. കണ്ടോ, ഒരൊറ്റ വിസിലിൽ തന്നെ നമുക്ക് പഴം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു കയ്യിൽ വെച്ചിട്ട് നന്നായി ഉടച്ചു കൊടുക്കാം. നമ്മളിതിൻ്റെ നീര് മാത്രമേ എടുക്കുന്നുള്ളൂ, ഇതിൻ്റെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ, ഇതിൻ്റെ പഴം എടുക്കുന്നില്ല. പഴത്തിന് ചെറുതായി ചവർപ്പുള്ളത് കാരണം നമ്മളത് എടുക്കുന്നില്ല. നമ്മളിതിൻ്റെ നീര് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മളൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചു കൊടുക്കുക ചെയ്യുന്നത്, വെള്ളം മാത്രം എടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അതുകൊണ്ടാണ് നമ്മൾ ജാം ഉണ്ടാക്കാൻ പോകുന്നത്. മൈസൂർ പഴം ആയതുകൊണ്ടാണ് ചെറുതായി ചവർപ്പുണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം മാത്രമേ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയെടുക്കാം. ഇത് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 7 ഗ്രാമ്പു ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ കപ്പിൻ്റെ 1/2 കപ്പ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രാമ്പും പഞ്ചസാരയും ചെറുനാരങ്ങ നീരും മിക്സായപ്പോൾ തന്നെ ഇതിൻ്റെ കളറ് മാറിയത് കണ്ടില്ലേ? ഒരൊറ്റ തുളയിൽ തന്നെ ഇതിൻ്റെ കളറ് മാറി റെഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം തിളച്ച് ഒന്ന് കട്ട പിടിക്കുന്നതാവുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് തിളപ്പിച്ചെടുക്കാം. എപ്പോഴും ഇളക്കി കൊടുക്കൊന്നും വേണ്ട, അത്ര പെട്ടെന്നൊന്നും കട്ട പിടിക്കില്ല. ഇപ്പോൾ ഇതിൻ്റെ ഈ പാനിൻ്റെ മുകൾ ഭാഗത്ത് എല്ലാ സൈഡിലും ചെറുതായി കട്ട പിടിച്ചതായിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഗ്രാമ്പു എടുത്ത് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു വലിയ പാനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം തീ എല്ലാ ഭാഗത്തേക്കും എത്താത്തത് കാരണം എനിക്ക് കറക്റ്റായിട്ട് തിളച്ച് വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പാന് മാറ്റി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. കണ്ടോ, ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനതൊരു 15 മിനിറ്റോളം തിളപ്പിച്ചെടുത്തിട്ടാണ് എനിക്ക് ഈ പരുവത്തിലായി കിട്ടിയത്. ഇപ്പോൾ ശരിക്കും റെഡ് കളറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഞാനിതൊന്ന് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അവരും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുമ്പോൾ ഇത് വല്ലാതെ ടൈറ്റായി പോയി എന്നുള്ളതും ആ ഒരു പേടിയും വേണ്ട. കാരണം അങ്ങനെ ആയിപ്പോയാൽ ഒരു സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി നല്ല ലൂസായിപ്പോയി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത് ഒന്ന് കട്ടയാവാൻ വേണ്ടി വെച്ചാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. നമുക്കിവിടെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം എന്നൊന്നുമില്ല, പുറത്ത് വെച്ചാൽ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഇരിക്കുന്നിടത്തോളം ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ. ഇങ്ങനെ പഴം കൊണ്ടുള്ള ജാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി, വളരെ കുറച്ച് ടൈമും മതി. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമാണ്. ഇനി എപ്പോഴും പറയുന്ന പോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും റെഡ് കളറിൻ്റെ സീക്രട്ടൊക്കെ മനസ്സിലായില്ലേ? ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.